നമ്മുടെ കുട്ടികളെ ഏറ്റവും വിശ്വസിച്ച് വിടുന്ന, അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ വിശ്വസിക്കുക അല്ലെങ്കിൽ അവരെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ സ്നേഹം കൂടെ നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളോട്ട് കുട്ടികളെ വിടുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഇതുപോലൊരു അനുഭവം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അവർ വിശ്വസിക്കുന്നിടം, അവർ സ്നേഹിക്കാൻ മാതാപിതാക്കളെ കഴിഞ്ഞിട്ട് ആഗ്രഹിക്കുന്നിടം, അവർ സന്തോഷിക്കാൻ കൂടുതൽ വീടിനേക്കാളും കൂടുതൽ സമയം ചെലവഴിക്കുന്നിടം, അവിടെ നിന്നൊക്കെ ഇതുപോലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ തളർന്നു പോവുമായിരിക്കും. വാക്കുകൾക്ക് കത്തിയേക്കാളും മൂർച്ചയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പം അത് വന്ന് തറയ്ക്കുന്നത് ചെവികളിലല്ല, അത് ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്, നമ്മുടെ കുട്ടികളുടെ പിഞ്ച് മനസ്സുകളിലാണ്. അവരെത്ര വളർന്നാലും അവർക്ക് അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ശരിക്കും സ്നേഹിക്കാൻ അറിയാവുന്ന ആളുകളെന്നുള്ള വിചാരമാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജാതി വിവേചനം, അതിപ്പോ ഒരു കുട്ടിയെ കണ്ടിട്ട് പറയാൻ പറ്റില്ലല്ലോ ഇന്ന ജാതിയിലുള്ളതാണെന്ന്, അവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് കണ്ടുപിടിച്ച് അവനെ അവഹേളിക്കണമെങ്കിൽ എത്രമാത്രം അവരുടെ മനസ്സ് ചീഞ്ഞതായിരിക്കണം. ഇപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്ന് മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സംഭവത്തിന് മുൻപേക്ക് അപ്പോൾ ഇളയ മകൻ്റെ അടുത്തും അതിൽ ഇപ്പോൾ പ്രതികളായിരിക്കുന്നവരിൽ 2-3 പേര് ചോദിച്ചതാ, നിങ്ങൾക്ക് ഫീസ് കൊടുക്കണ്ടല്ലോ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഇളയ മോൻ വന്ന് ചോദിക്കുകയാണ്, അതെന്തമ്മ അങ്ങനെ പറഞ്ഞത്? അത്രയും വ്യത്യാസമുണ്ടോ നമ്മളും അവരുമായിട്ട്? നമുക്കങ്ങനെയല്ല. സിദ്ധുവാണെങ്കിൽ നമ്മുടെ സംഘടനയായിട്ട് പ്രവർത്തിക്കുകയും അതവൻ്റെ ആഗ്രഹമാണ്, നമ്മുടെ സമുദായത്തിലെ കുട്ടികളെ വളർത്തിയെടുക്കുക. അല്ലെങ്കിൽ അത് പറയുമ്പോൾ ബേക്കിലോട്ട് വലിയ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നിപ്പോൾ ചോദിക്കുകയാണ്, അമ്മ ഇങ്ങനെ വ്യത്യസ്തത കാണിക്കുമോ കോളേജുകളിൽ? അഡ്മിഷൻ ഈ ജാതിയുടെ പേരിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടോ, സ്റ്റൈഫൻഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ, ഫീസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടോ? നമ്മൾ അങ്ങനെയൊന്നുമില്ല, അതൊന്നും അങ്ങനെയൊന്നും നടക്കില്ല. ഇതേ അധ്യാപകരാണ്, നമ്മുടെ സീനിയർ കുട്ടികളോ കൂടെ പഠിക്കുന്ന കുട്ടികളോ അല്ല, അധ്യാപകർ തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾക്ക് എവിടെ നിന്ന് നീതി കിട്ടും? അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സേഫ് ആവുന്നത്? നമ്മുടെ കുട്ടികൾ എത്ര വർഷത്തെ പരിശീലനം കൊണ്ട്, അല്ലെങ്കിൽ എത്ര വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് കുട്ടികൾ എത്തിച്ചേരുന്നത്? നമുക്കൊന്നും ഓർത്തെടുക്കാൻ പറയാൻ പറ്റാത്ത അവസ്ഥ. ഇനി ഒരു കുടുംബം കരയരുതേ എന്ന് ആഗ്രഹിച്ച ആ ദിവസങ്ങളായിരുന്നു 2 വർഷം വരെ. വീണ്ടും തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മുടെ വീട്ടിനടുത്തല്ല, നമ്മുടെ വീട്ടിൽ തന്നെ വരാൻ സാധ്യതയുള്ള സംഭവങ്ങളാണിതൊക്കെ. അപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്നേ പറ്റൂ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി. എൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ സഹോദരി ഇരിക്കുമ്പോൾ എനിക്കറിയില്ല എന്തോ പറയേണ്ടതെന്ന്. ഇങ്ങനൊരവസ്ഥ വരേണ്ടി വന്നല്ലോ, അതും തൊട്ടടുത്ത് നമുക്ക് കാണേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല.